ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗ്. കുടിയൊഴിപ്പിക്കലിന് നോട്ടീസ് നൽകിയ 12-ൽ 10 പേരും മുനമ്പം നിവാസികളല്ലെന്ന വഖഫ് രേഖകൾ. നോട്ടീസ് ലഭിച്ച 10 ആധാര ഉടമകളും പ്രദേശത്തെ താമസക്കാരല്ല. 10 പേർക്കെതിരെയുള്ള നടപടി വഖഫ് ബോർഡ് സ്വമേധയാ സ്വീകരിക്കുകയായിരുന്നു. 2 പേർക്ക് നൽകിയ റവന്യൂ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള നോട്ടീസ് എന്നും കണ്ടെത്തൽ. 215/18 എന്നൊരു സർവേ നമ്പറിൽ മാത്രം 10 അവകാശികൾ ഉണ്ടെന്നും രേഖകൾ. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. വിശദാംശങ്ങളുമായി ശബന സിയാദുണ്ട്. ശബന, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ രേഖകളിൽ നിന്ന് മനസ്സിലാകുന്നത്? അതിനായി വഖഫ് ബോർഡ് മുനമ്പം സ്വദേശികൾക്കായി അല്ലെങ്കിൽ മുനമ്പത്ത് താമസിക്കുന്നവർക്ക് നോട്ടീസ് അയച്ചു എന്ന വലിയ പ്രചരണം നടക്കുന്നതിനിടെയാണ് ഈ വഖഫ് ബോർഡിന്റെ രേഖകൾ നമ്മൾ പുറത്തുവിടുന്നത്. വഖഫ് ബോർഡിന്റെ രേഖകൾ അനുസരിച്ച് കുഴിപ്പള്ളി വില്ലേജിലെ മുനമ്പം പ്രദേശത്ത് താമസിക്കുന്ന 2 പേർക്ക് മാത്രമാണ് വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ബാക്കി നിലവിൽ 12 പേർക്കാണ് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചിട്ടുള്ളത്. അതായത് വഖഫ് ഭൂമിയാണ്, ഇത് തിരിച്ചു പിടിക്കണം എന്ന ആവശ്യവും ഉന്നയിച്ച് നോട്ടീസ് അയച്ചിട്ടുള്ളത് 12 പേർക്കാണ്. ഇതിൽ 2 പേർ മാത്രമാണ് മുനമ്പം സ്വദേശികളായിട്ടുള്ളത്. നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത് മറ്റു വില്ലേജുകളിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുന്ന 10 പേരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഇവിടുത്തെ ഭൂമി എന്നതാണ്. പാലാരിവട്ടം, തൃപ്പൂണിത്തുറ, അതുപോലെ കലൂര്, വൈറ്റില തുടങ്ങിയ പ്രദേശങ്ങളിലെ അഡ്രസ്സിലുള്ളവർക്കാണ് ഈ നോട്ടീസ് പോയിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്, ഇതിൽ വഖഫ് ബോർഡിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരവും ഈ 2 പേർ മുനമ്പം സ്വദേശികളാണ്. അവർ NOC വഖഫ് ബോർഡിൻ്റെ NOCക്കായി വഖഫ് ബോർഡിനെ നേരിട്ട് സമീപിക്കുകയും ഇവർ രജിസ്ട്രേഷൻ അടക്കമുള്ള നടപടികൾക്കായി വില്ലേജ് ഓഫീസിലെത്തുമ്പോൾ വില്ലേജ് ഓഫീസർ ഇത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു. പിന്നീട് വഖഫ് ബോർഡിനെ സമീപിച്ചു, NOC വേണം എന്ന് ആവശ്യപ്പെടുകയും അപ്പോൾ വഖഫ് ബോർഡ് ഇതിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ ഇതിൽ വഖഫ് ഭൂമിയാണ് എന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിഗമനത്തിലെത്തി ഇവർക്ക് നോട്ടീസ് നൽകിയതാണ്. മറ്റ് 10 പേരുടെ ഉടമസ്ഥതയിലുള്ളത് റിസോർട്ട് അടക്കമാണ്. റിസോർട്ടുകാർ അടക്കമാണ് ഇപ്പോൾ വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. 2020 മുതൽ ഇതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 2022 കൂടുതലായും ഈ വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചിട്ടുള്ളത്. ഇന്ന് മന്ത്രി രാജീവ് തന്നെ ഇതിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. ആർക്കാണ് ഈ നോട്ടീസ് നൽകിയിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് മാധ്യമങ്ങൾ പരിശോധിക്കണം എന്നൊരു കാര്യം. ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന വാർത്തയനുസരിച്ച് ഈ വഖഫ് ബോർഡിൻ്റെ രേഖകൾ പ്രകാരം 12 പേരിൽ 10 പേരും മുനമ്പം നിവാസികളല്ല എന്നത് തന്നെയാണ്. 2008 പാലോളി മുഹമ്മദ് കുട്ടി മിനിസ്റ്ററായിരിക്കെ നിസാർ കമ്മീഷനെ നിയമിക്കുന്നു. നിസാർ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് ഈ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന നിഗമനത്തിൽ എത്തുന്നത്. സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം പിന്നീട് വഖഫ് ബോർഡ് തന്നെ ഇവർക്ക് നോട്ടീസ് അയക്കുകയായിരുന്നു. ഈ വഖഫ് ബോർഡ് ഈ നോട്ടീസ് അയക്കുമ്പോഴും ഈ പ്രദേശത്തെ റിസോർട്ട് ഉടമകൾ അടക്കമുള്ള 12 ആളുകൾക്കാണ്, 12 ആധാരമുള്ള ആളുകൾക്കാണ് ഈ നോട്ടീസ് നൽകിയിട്ടുള്ളത്. അത് മുനമ്പം പ്രദേശത്ത് താമസിക്കുന്നവരല്ല, മുനമ്പത്ത് ഭൂമിയുള്ളവരാണ്, മറ്റ് വില്ലേജുകളിൽ താമസിക്കുന്ന ആളുകൾക്കാണ്. അതിൽ എടുത്തു പറയേണ്ട ഒന്ന്, ഒരു സർവേ നമ്പറിൽ ഇപ്പോൾ ഈ നോട്ടീസ് നൽകിയിട്ടുള്ള ഒരു സർവേ നമ്പറിൽ തന്നെ 10 അഡ്രസ്സുകളുണ്ട്. അത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ താമസിക്കുന്ന 10 അഡ്രസ്സിലുള്ളവർക്ക് ഈ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ നോട്ടീസ് അയക്കുന്നത് തന്നെ പ്രാഥമിക നടപടിയാണ്. വഖഫ് ബോർഡിൽ ഹിയറിങ്ങിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള പ്രാഥമിക നടപടിയാണ്. അതിനുശേഷം ഇവരുടെ രേഖകൾ ഹാജരാക്കി ഇവരുടെ യഥാർത്ഥ രേഖകളാണ് ഇവരുടെ കൈവശമുള്ളത് എന്ന് കണ്ടാൽ നടപടി സ്വീകരിക്കാതിരിക്കും. ഇപ്പോൾ ജോസഫ് ബെന്നി ഒരു പ്രദേശവാസിയുണ്ട് നമ്മളോടൊപ്പം. ജോസഫ് ബെന്നി, നിങ്ങൾക്ക് ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ചിട്ടുള്ള ആളാണോ? അല്ല, എനിക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ല. ഞങ്ങൾ 610 പേരുണ്ട് ടോട്ടൽ. ശരി, പറഞ്ഞോളൂ. ശബനയിലേക്ക് തന്നെയാണ് തിരികെ. ശബന, ഈ ഘട്ടത്തിൽ ഇത് ബാധിക്കപ്പെട്ടവർക്ക് ഈ രേഖയുമായി ബന്ധപ്പെട്ട് എന്ത് സാധ്യതയാണുള്ളത്? അതിന് ഈ പ്രദേശവാസികൾക്ക്, അതായത് മുനമ്പത്തെ ഈ പ്രദേശവാസികൾക്ക് ആർക്കും തന്നെ വഖഫ് ബോർഡ് ഇത്തരത്തിൽ നോട്ടീസ് അയക്കുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇവരുടെ ഇപ്പോഴുള്ള പ്രശ്നം, ഇവർക്ക് കരമടയ്ക്കുന്നതിനോ അതുപോലെ ഈ ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റ് നടപടികൾക്കോ ഒന്നും തന്നെ സാധ്യമല്ല എന്നതാണ്. അത് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് അത്തരത്തിൽ ഒരു നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് എത്തിയത്. ഇത് വഖഫ് ഭൂമിയാണോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ഡീഡാണോ എന്നത് സംബന്ധിച്ചുള്ള വലിയ തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതിനിടെ ഹൈക്കോടതി തന്നെയാണ്
തന്നെയാണ് ഇതിൽ കരമടയ്ക്കുന്നത് തടഞ്ഞുകൊണ്ട് ഉത്തരവിട്ടത്. അതുകൊണ്ട് ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് ഇവരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങളും പറ്റാത്ത ഒരു അവസ്ഥ നിലവിലുണ്ട്. എന്നാൽ വഖഫ് ബോർഡ് ഇവർക്ക് നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വഖഫ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഈ മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ഈ കുടുംബങ്ങൾക്ക് ആർക്കും തന്നെ നോട്ടീസ് അയച്ചിട്ടില്ല. സർക്കാർ അത് പല ഘട്ടങ്ങളിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയിലേക്ക് പോകില്ല എന്നത് സംബന്ധിച്ച് ഇപ്പോൾ നമ്മളുടെ ഒരു അന്വേഷണത്തിലും കണ്ടെത്തുന്നത് വഖഫ് ബോർഡ് നടപടി സ്വീകരിച്ചിട്ടുള്ളത് റിസോർട്ട് ഉടമകളായിട്ടുള്ള ആളുകൾ അടക്കമുള്ള ഈ പ്രദേശത്തിന് പുറത്തുള്ള ആളുകൾക്കാണ് നോട്ടീസ് അയച്ചിട്ടുള്ളത്. അതും അവരോട് ഇതിൻ്റെ വ്യക്തമായ രേഖകൾ ഹാജരാക്കണം, ഇവരുടെ കൈവശമുള്ള ഈ ആധാരം അതുപോലെ ഈ സർവേ നമ്പറിലുള്ള ഡോക്യുമെന്റ്സ് ഹാജരാക്കാനാണ് വഖഫ് ബോർഡ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പലരും അതിൻ്റെ രേഖകൾ ഇതുവരെയും വഖഫ് ബോർഡിൽ ഹാജരാക്കിയിട്ടില്ല എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ചിലർ ഇത്തരത്തിൽ അവരുടെ കൈവശമുള്ള രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ 12 പേരിൽ കുറച്ച് പേർ മാത്രമാണ് അവരുടെ പക്കലുള്ള രേഖകൾ ഹാജരാക്കാൻ തയ്യാറായിട്ടുള്ളത്. മറ്റുള്ളവർ അത്തരത്തിൽ തയ്യാറായിട്ടില്ല എന്ന വിവരം നമുക്ക് ലഭിക്കുന്നു.